പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി കരുക്കൾ നീക്കിയുള്ള വരവായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഗതാഗതക്കുരുക്കിൽപ്പെട്ടുപോയി. മറ്റാരുമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. I go to the French embassy. No. I'm sorry, President. I'm really sorry. It's just that everything's in frozen right now. There's a motorcade coming late. സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ വീഡിയോ. ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷയിലാണ് ന്യൂയോർക്ക്. 100-ലേറെ രാഷ്ട്രത്തലവന്മാരെത്തുമ്പോൾ നിയന്ത്രണങ്ങൾ സ്വാഭാവികം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കടന്നുപോകാൻ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തടയുന്നത് അത്യപൂർവമായിരിക്കും. മാക്രോൺ മാത്രമല്ല, പല രാഷ്ട്രത്തലവന്മാരും പെട്ടു ന്യൂയോർക്കിൽ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിനെത്തിയ രാഷ്ട്രത്തലവന്മാരെ കുരുക്കിലാക്കിയത് മറ്റാരുമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനായി എല്ലാ റോഡുകളും അടച്ചതോടെയാണ് മാക്രോണിനെ പോലീസ് തടഞ്ഞത്. കാറിൽ നിന്നിറങ്ങി റോഡ് തടഞ്ഞതിനെക്കുറിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പോലീസിനോട് അന്വേഷിച്ചു. വഴി തടഞ്ഞതിൽ നിരാശ അറിയിച്ച ഇമ്മാനുവൽ മാക്രോൺ കാരണം അന്വേഷിച്ചു. ട്രംപിൻ്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതുവരെ വഴി അടച്ചിരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത് കേട്ടപാടെ മറ്റൊന്നും ആലോചിക്കാതെ ഡൊണാൾഡ് ട്രംപിനെ തന്നെ ഫോണിൽ വിളിച്ചു ഇമ്മാനുവൽ മാക്രോൺ. വഴിയിൽ ബാരിക്കേഡിനടുത്ത് നിന്ന് മാക്രോൺ ചെയ്ത കോൾ ആദ്യ ബെല്ലിൽ തന്നെ എടുത്തു ട്രംപ്. സുഖമാണോ എന്ന് ആദ്യ ചോദ്യം. താങ്കൾക്ക് വേണ്ടി വഴികൾ അടച്ചിരിക്കുന്നതിനാൽ താൻ തെരുവിൽ കാത്തു നിൽക്കുകയാണെന്ന് ചിരിയിൽ പൊതിഞ്ഞ പരിഭവത്തോടെ ട്രംപിനോട് പറയുന്നുമുണ്ട് മാക്രോൺ. How are you? Guess what? I'm waiting in the street because everything is frozen for you. ന്യൂയോർക്ക് ജനക്കൂട്ടം നോക്കി നിൽക്കുകയായിരുന്നു മാക്രോണിൻ്റെ VVIP ഫോൺ കോൾ. പക്ഷേ തടസ്സങ്ങൾ മാത്രം നീങ്ങിയില്ല. ട്രംപിൻ്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വന്നു ഇമ്മാനുവൽ മാക്രോണിന്. അങ്ങനെ ട്രംപിൻ്റെ വാഹനവ്യൂഹം കടന്നുപോയി. പക്ഷേ പിന്നെ കാറിലേക്ക് മടങ്ങിയില്ല മാക്രോൺ. ട്രംപുമായുള്ള ഫോൺ സംഭാഷണം തുടർന്നുകൊണ്ട് കാൽനടയായി യാത്ര തുടർന്നു. സാധാരണ ഒരു പ്രസിഡന്റിന് ചുറ്റുമുണ്ടാകുന്ന വലിയ സുരക്ഷാ സന്നാഹങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ ഫ്രഞ്ച് പ്രസിഡന്റ് തെരുവിലൂടെ നടക്കുന്നത് അത്യപൂർവ കാഴ്ചയായി ന്യൂയോർക്ക് നഗരവാസികൾക്ക്. പലരുടെയും സെൽഫികൾക്കും ഫോട്ടോകൾക്കുമുള്ള അഭ്യർത്ഥനകൾക്ക് സ്നേഹത്തോടെ വഴങ്ങിക്കൊടുത്തു ഇമ്മാനുവൽ മാക്രോൺ. സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി 30 മിനിറ്റ് നടന്ന് ലക്ഷ്യത്തിലെത്തി. സുരക്ഷകളൊന്നുമില്ലാതെ നടക്കാനും ഒരു പ്രസിഡന്റിന് കഴിയും എന്ന് ഒരുപക്ഷേ മാക്രോൺ ട്രംപിന് നൽകിയ സന്ദേശമാകാം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം എന്ന ദീർഘകാല ആവശ്യം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത് ഫ്രാൻസിൻ്റെ ഇടപെടലോടെയാണ്. ഇതിൽ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കുമുണ്ട് അതൃപ്തി. ഈ അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. ഇത് മാത്രമല്ല, പാലസ്തീൻ രാജ്യത്തിന് വേണ്ടി വാദിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകി ട്രംപ്. കുടിയേറ്റം യൂറോപ്പിനെ നരകതുല്യമാക്കുമെന്ന മുന്നറിയിപ്പ്. സ്വന്തം നാടിൻ്റെ കാര്യം ആദ്യം നോക്കൂ എന്ന ധ്വനി കൂടിയുണ്ട് ട്രംപിൻ്റെ ഈ പരാമർശത്തിന്. എന്തായാലും പലസ്തീൻ രാഷ്ട്രം എന്ന ലക്ഷ്യവുമായി ന്യൂയോർക്കിൽ പറന്നിറങ്ങിയ ഫ്രഞ്ച് പ്രസിഡന്റിന് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഇനിയും തടസ്സങ്ങൾ നിരവധി ഉണ്ടാകും. അതുറപ്പാണ്.